Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Okay, Nara prayer പാടുന്ന prayer ഞാനാണ്. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We will walk hand in hand, we will walk hand in hand, we will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid, we are not afraid, we are not afraid today. Oh, deep in my heart, I do believe we shall overcome someday. The whole wide world around, the whole wide world around, the whole wide world around someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you. Okay. Signing. സൈനിങ് ഞാനാണ് മാം. മരിയ മോണ്ടിസോറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പരിഷ്കൃതമായ രീതിയും ശൈലിയും സമന്വയിപ്പിച്ച് ഒരു പുതിയ വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ച ഇറ്റാലിയൻ ഡോക്ടറായിരുന്നു മരിയ മോണ്ടിസോറി. വനിതാ വിമോചന പ്രവർത്തകയും തത്വചിന്തകയും ശാസ്ത്രജ്ഞയും ചികിത്സകയും ആയിരുന്ന മോണ്ടിസോറി 1870 ഓഗസ്റ്റ് 31 ഇറ്റലിയിലെ ചൈരാവെല്ലോയിലായിരുന്നു ജനിച്ചത്. സ്വതന്ത്രവും വ്യക്തിഗതവുമായുള്ള സ്വാധീനത്തിൽ കൂടി മാത്രമേ വിദ്യാഭ്യാസം സാധ്യമാകൂ എന്നതാണ് മോണ്ടിസോറിയുടെ അടിസ്ഥാന സിദ്ധാന്തം. കുട്ടികളുടെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രബോധനോപകരണങ്ങൾ യഥേഷ്ടം കൈകാര്യം ചെയ്ത് സ്വാധീനം നടത്തുന്നതിനുള്ള സാഹചര്യമാണ് മോണ്ടിസോറി സ്കൂളുകളിൽ നൽകുന്നത്. വിദ്യാഭ്യാസ രീതിയിൽ മോണ്ടിസോറി ചില പുതിയ തത്വങ്ങൾ കൊണ്ടുവന്നു. 3 വയസ്സ് മുതൽ ശാസ്ത്രീയമായ പഠനം ആരംഭിക്കണം. കുട്ടികൾക്ക് അനുയോജ്യമായ പഠനോപകരണങ്ങൾ ആവശ്യമാണ്. കുട്ടികളെ പ്രകൃതിയോട് സമന്വയിപ്പിച്ച ഒരു പഠന രീതി ആവിഷ്കരിക്കുക എന്നിവയായിരുന്നു അവയിൽ ചിലത്. ഈ വിദ്യാഭ്യാസ രീതി മോണ്ടിസോറി എന്നറിയപ്പെട്ടു. അനുഭവത്തിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടാണ് മോണ്ടിസോറി പുതിയ വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത്. ഇതിന് പല വിമർശനങ്ങളും മോണ്ടിസോറിക്ക് നേരിടേണ്ടി വന്നിരുന്നു. മുസോളിനി 2ാം ലോക മഹായുദ്ധകാലത്ത് മരിയ മോണ്ടിസോറിയെ ഇന്ത്യയിലേക്ക് നാടുകടത്തിയിരുന്നു. കുട്ടികളെ യുദ്ധത്തിൽ ചേർക്കുന്നത് തടഞ്ഞുകൊണ്ടും സ്വന്തം ആദർശങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ വിസമ്മതിച്ചുകൊണ്ടുമായിരുന്നു ഇത്. മോണ്ടിസോറിയുടെ പ്രശസ്തിക്ക് മുഖ്യ നിദാനം ബോധേന്ദ്രിയ പരിശീലന സിദ്ധാന്തമാണ്. ജ്ഞാന സമ്പാദനത്തിന്റെയും സുഖജീവിതത്തിന്റെയും അടിസ്ഥാനം സംവേദനക്ഷമതയാണെന്നും അതിനാൽ ബോധേന്ദ്രിയങ്ങളെ ശരിയായി പരിശീലിപ്പിച്ച് അവയുടെ കൂർമ്മതയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കേണ്ടതാണെന്നും മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നു. ഇതിനുവേണ്ടി പ്രത്യേക ഉപകരണങ്ങളും അവർ നിർമ്മിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാന കൃതികളിൽ ഒന്നായിരുന്നു ദ ഡിസ്കവറി ഓഫ് ദ ചൈൽഡ്. 1946 അവർ നെതർലാൻഡിലേക്ക് മടങ്ങി. അടുത്ത വർഷം അവർ വിദ്യാഭ്യാസവും സമാധാനവും എന്ന വിഷയത്തിൽ യുനെസ്കോയെ അഭിസംബോധന ചെയ്തു. 1949, 50, 51 തുടർച്ചയായി 3 വർഷങ്ങളിൽ മരിയ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1951 ലണ്ടനിൽ നടന്ന 9ാമത് അന്താരാഷ്ട്ര മോണ്ടിസോറി കോൺഗ്രസ് ആയിരുന്നു അവരുടെ അവസാനത്തെ പൊതുപരിപാടി. 1952 മെയ് 6 നെതർലാൻഡിൽ 81ാം വയസ്സിൽ മരിയ മോണ്ടിസോറി അന്തരിച്ചു. തന്റെ പ്രവർത്തനങ്ങളുടെ പാരമ്പര്യം അവർ മകൻ മാരിയോയ്ക്ക് നൽകുകയും ചെയ്തു. ഓക്കെ മാം.
ഓക്കെ, നന്നായിരുന്നു അല്ലേ? കുറച്ച് വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ മരിയ മോണ്ടിസോറിനെ പറ്റി? ഓക്കെ, നന്നായിരുന്നു. നെക്സ്റ്റ് ആരാ? തോട്ട് ആരാ? ഞാനാണ് മാഡം. അഞ്ജു. If you can change your mind, you can change your life. വില്യം ജെയിംസ്. ആക്ഷൻ സോങ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പോ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. പാർട്ട് 4 യൂണിറ്റ് 8 ഗുഡ് മാനേഴ്സ്. സിമ്പിൾ ആണല്ലേ, നിങ്ങൾക്ക് തന്നെ ക്ലാസ് എടുക്കാൻ പറ്റുമല്ലോ. എന്താണ് ഗുഡ് മാനേഴ്സ് എന്ന് പറഞ്ഞാല്? എന്താണ് ഗുഡ് മാനേഴ്സ്? നല്ല ശീലങ്ങൾ. നല്ല ശീലങ്ങൾ അല്ലെങ്കിൽ നല്ല പെരുമാറ്റങ്ങൾ അല്ലെ, നല്ല പെരുമാറ്റം. ഓക്കെ, ഇപ്പോ നമ്മുടെ ഈ ചാപ്റ്ററിൽ ബാത്റൂം മാനേഴ്സ് ഉണ്ട്, അതുപോലെ ബെഡ്റൂം മാനേഴ്സ്, പിന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് പഠിക്കാനായിട്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ മിസ് പറയാം, ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞു തന്നെ മിസ്സിന് കേട്ടോ. ഓക്കെ, സിമ്പിൾ ആണ് കേട്ടോ. മാനേഴ്സ് വിത്ത് ദ ഫ്രണ്ട്സ്. ഇനി ഫ്രണ്ട്സുമായിട്ടുള്ള മാനേഴ്സ് എങ്ങനെയാണ്, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട്സ് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്. എന്താണ്? നല്ലൊരു സഹായം ആവശ്യമുള്ളൊരു സുഹൃത്താണ് നല്ലൊരു സുഹൃത്ത്. തീർച്ചയായിട്ടും നല്ലൊരു സുഹൃത്ത് എന്ന് പറയാനുള്ള കാര്യം അല്ലെ. നമുക്ക് നല്ല രീതിയിൽ പെരുമാറാം, അതുപോലെ തന്നെ നമ്മളെ സഹായിക്കുക, അങ്ങനെയുള്ളൊരു പേഴ്സണെയാണ് നമ്മൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് കണക്കാക്കുന്നത്. എ ഗുഡ് ഫ്രണ്ട് ഈസ് എ മസ്റ്റ് ഫോർ എവരിബഡി. ഇല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഗുഡ് ഫ്രണ്ട്സ് ഉണ്ട് അല്ലെ? സ്കൂളുകളില് കുട്ടിക്കാലത്തല്ലേ, ബാലവാടി തൊട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക് ഇല്ലേ? ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നവരുണ്ടോ? കുറെ നാളുകളായിട്ട് ചെറുപ്പത്തിലുള്ള ഫ്രണ്ട്ഷിപ്പുകൾ കീപ്പ് ചെയ്യുന്നവര് ഇല്ല? ആരുമില്ല? ഒന്നാം ക്ലാസ് മുതല് ഇപ്പൊ എനിക്ക് 27 വയസ്സായി, ഇപ്പോഴും ഉണ്ട് ആ ഫ്രണ്ട്ഷിപ്പ്. എങ്ങനെയാണ്? അംഗനവാടി പഠിക്കുന്ന പ്രായം തൊട്ടുള്ള ഫ്രണ്ട് ഉണ്ട്. ഫാത്തിമ? എനിക്ക് 10ാം ക്ലാസ് തൊട്ടുള്ള കൂട്ടാണ്. 10ാം ക്ലാസ് വരെയുള്ള തുടങ്ങിയിട്ടുള്ള കൂട്ടാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ എന്താണ്, ചിലവരും ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ കുറെ കാലങ്ങളായിട്ട് കീപ്പ് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പുകൾ നമ്മുടെ ഇടയിലുണ്ട്. സോ വി ഹാവ് good friends and maintain the friendship even with the empathetic mind. അല്ലെ, empathetic എന്ന് പറഞ്ഞാൽ എന്താണ്? സഹാനുഭൂതി അല്ലെ. ഇപ്പൊ സഹാനുഭൂതിയോട് കൂടിയിട്ട്, അങ്ങനെയുള്ളൊരു മൈൻഡോട് കൂടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അവർക്ക് ഏത് ഇപ്പൊ സങ്കടം വന്നിട്ടുണ്ടെങ്കിലും സന്തോഷം വന്നിട്ടുണ്ടെങ്കിലും അല്ലെ, നമ്മള് ചിലവരൊക്കെ എന്താണ് ഫ്രണ്ട്സിനോട് പറയാം അല്ലെ, അച്ഛനമ്മനോട് പറയുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ആരോടായിരിക്കും പറയാം? ഫ്രണ്ട്സുകളോടായിരിക്കും. അവർ ചിലപ്പോ നമുക്ക് എന്താ പറയാ, ഹസ്ബൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ അച്ഛനമ്മമാരായിരിക്കും. അങ്ങനെയുള്ളൊരു നമുക്ക് എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സങ്കടം വന്നാലും നമുക്ക് കുറെ അഡ്വൈസുകൾ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു തരാനായിട്ട് നമ്മള് ഫ്രണ്ട്സുകളെ ആശ്രയിക്കാറുണ്ട് അല്ലെ. അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് ചിലരുടെ ഇടയിൽ നിലനിൽക്കുന്നത്. നല്ല രീതിയിൽ ഒരു എമ്പതറ്റിക് മൈൻഡോട് കൂടിയിട്ട് വേണം ഈ ഫ്രണ്ട്ഷിപ്പുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ടീച്ചേഴ്സ് ഷുഡ് അസേർട്ട് the importance of friendship, good friendship, and give some instructions on how to maintain friendship through manners. ഇനി ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഇമ്പോർട്ടൻസിനെ അസേർട്ട് എന്ന് പറഞ്ഞാൽ ഊന്നിപ്പറയുക. അസേർട്ട് മീൻസ് ഊന്നിപ്പറയുക. അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഊന്നിപ്പറയുകയും അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, നല്ല രീതിയിൽ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ടീച്ചേഴ്സ് കുട്ടികളിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയും വേണം. അതാണ് ജസ്റ്റ് ഒരു ജനറൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇനി നോക്കിയേ, ബാത്റൂം മാനേഴ്സ്. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ടോ? ബാത്റൂം മാനേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടാവും, പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാ ബാത്റൂം മാനേഴ്സ്.
ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. എന്താ ക്ലിയർ ആയില്ല? ഞാന് ബുക്ക് ഇപ്പൊ വന്നേള്ളൂ. അപ്പൊ മൊഡ്യൂൾ 2-ലാണോ ചോദിച്ചതാണത് ചാപ്റ്റർ? പേജ് നമ്പർ 183. ബുക്ക് ഇപ്പൊ കിട്ടിയോ അല്ലേ? ഞാനിപ്പോ കേറിയുള്ളൂ. കയറി, പക്ഷെ വീട്ടിലെത്തിയിട്ടില്ല. പാർട്ട് 4 യൂണിറ്റ് 8 കേട്ടോ. കിട്ടിയോ? മേഡം എന്താ പറഞ്ഞത്? മൊഡ്യൂൾ 2-ാമത്തെ ബുക്കിലാണോ അത്? പാർട്ട് 4-ലെ യൂണിറ്റ് 8. മൊഡ്യൂള് 1-ല് പേജ് നമ്പർ നോക്കിയാൽ കിട്ടുമല്ലോ. 183. ഓക്കെ. വായിച്ചോ? ബാത്റൂം മാനേഴ്സ് വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ? ഇതാണ് അതിൽ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ. സബീന, എന്താ മനസ്സിലായേ ബാത്റൂം മാനേഴ്സ് എന്ന് പറഞ്ഞാൽ? ഓരോ ദിവസവും നമ്മള് ബാത്റൂമിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ട എന്നതിനെ കുറിച്ച് ആണ് ഈ ബാത്റൂം മാനേഴ്സ് പറയുന്നത്. മറ്റുള്ളവരുടെ സോപ്പും ടവലും ഉപയോഗിക്കരുത്. പിന്നെ ഡിപ്പ് പിയേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല മാം. പിന്നെ ഭിത്തിയിലും ഡോറിലും ഒന്നും ആവശ്യമില്ലാത്ത പടങ്ങൾ വരച്ച് വെക്കാതെ, പിന്നെ വേസ്റ്റ് കറക്റ്റ് സ്ഥലങ്ങളിൽ ഇടുക. പിന്നെ സ്റ്റുഡൻസിന് ബാത്റൂമിലും ടോയ്ലറ്റ്സിലും പോകുമ്പോഴത്തേനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഓരോ ഇന്റർവെൽസിലെല്ലാം സ്റ്റുഡൻസിന് കമാൻഡ് കൊടുക്കുക. സ്ട്രിക്റ്റ് ആയിട്ടുള്ള കമാൻഡ്സ് കൊടുക്കുക. പിന്നെ ഓരോരുത്തരായിട്ട് പോവുക, സൈലന്റ് ആയിട്ട് പോവുക. ഡു നോട്ട് സ്ക്രിബിൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയും ഒന്നും ചെയ്യാതെ ആവശ്യത്തിന് മാത്രം വാട്ടർ ഉപയോഗിക്കുക. ഹാൻഡ് നന്നായിട്ട് വാഷ് ചെയ്യുക. കാലും കൈയൊക്കെ നന്നായി വൃത്തിയായിട്ട് കഴുകുക. പിന്നെ ബാത്റൂമിലെ വെള്ളം ഒന്നും കുടിക്കരുത്. പിന്നെ ഡിപ്പേഴ്സ് ഒക്കെ റൈറ്റ് പ്ലേസിൽ പുട്ട് ചെയ്യുക. പിന്നെ ടോയ്ലറ്റ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക. ആൻഡ് ഇങ്ങനെ റൈറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുക. അങ്ങനെ ബാത്റൂം മാനേഴ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്താ മനസ്സിലായ? കറക്റ്റ് ആയിട്ട് പറഞ്ഞോ. ഓക്കെ. ഇനി രേഷ്മ. ഇന്ദു സുജേഷ്. നമ്മള് ബാത്റൂമിൽ
ബാത്റൂം യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാനേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ ടവലും സോപ്പും ഒന്നും എടുക്കാതിരിക്കുക, ചുമരില് വേണ്ടാതെ പിക്ചറൊന്നും ഒട്ടിക്കാതെ വരയ്ക്കാതെയൊക്കെ ഇരിക്കാം, ബാത്റൂം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക, വേസ്റ്റുകളൊന്നും അവിടെ ഇടാതെ അതിന്റെ പ്രോപ്പർ പ്ലേസിൽ വേസ്റ്റ് ഒക്കെ ഇട്ട് വെക്കുക, കുട്ടികൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ബാത്റൂമിൽ പോണ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, ഇത് കാര്യങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കാം, ഓരോരുത്തരായിട്ട് പോവാനും അവിടെ സൈലന്റ് ആയിട്ട് അത് പോവാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം, ഡോറ് തള്ളി തുറക്കാതിരിക്കുന്നതിനേക്ക് ഡോർ യൂസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കാൻ പറയുക, പിന്നെ നന്നായി പോകുന്ന സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകേണ്ട രീതികൾ വൃത്തിയാക്കേണ്ട രീതി പറഞ്ഞു കൊടുക്കാം. ഇത്രയൊക്കെ മനസ്സിലായുള്ളൂ. മിസ് എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ, ഇത്തിരി അടുക്കള വരെ ഒന്ന് പോകേണ്ടി വന്നു, അതുകൊണ്ടാ. അപ്പം ഇതിൽ പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് ബാത്റൂമിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതെങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന കാര്യങ്ങളാണ്. ബാത്റൂമിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ അനുവാദം കൂടാണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ബാത്റൂം ഉപയോഗിച്ച് കഴിയുമ്പോൾ കൈയൊക്കെ വൃത്തിക്ക് കഴുകണം, ബാത്റൂം നീറ്റായിട്ട് കൊണ്ടു നടക്കണം. അങ്ങനെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതിനകത്ത് ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ബാത്റൂമിൽ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും. ചിത്രങ്ങളൊന്നും അതിനകത്ത് വരയ്ക്കരുത്, വേസ്റ്റ് സാധനങ്ങൾ വേസ്റ്റ് ഇടണ്ടേ അതിനകത്ത് തന്നെ ഇടുക, ബാത്റൂം പോയ ശേഷം കൈയൊക്കെ നല്ല വൃത്തിക്ക് കഴുകുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ബാത്റൂം മാനേഴ്സ്. While taking a bathroom, how to behave, it is a must every day. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബാത്റൂമിൽ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ എല്ലാവരും കുട്ടികളെയൊക്കെ കുളിപ്പിച്ചിട്ടല്ലേ വിടാറ്? എല്ലാവരും നന്നായിട്ട് കുളിപ്പിച്ചിട്ട് വേണം സ്കൂളിലൊക്കെ വിടാനായിട്ട്. അല്ലെങ്കിൽ എന്താണ് അവർക്കൊരു ചിലപ്പോ ഉറക്കച്ചടവോടും കൂടിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്താണ് അലസത, അങ്ങനെ പഠിക്കാനായിട്ട് തോന്നാത്തത്, അങ്ങനെ ഒരു രീതിയായിരിക്കും അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. എല്ലാവരും നല്ല രീതിയിൽ തലയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് വേണം കുട്ടികളെ സ്കൂളിലോട്ട് വിടാനായിട്ട്. അതുപോലെ തന്നെ അതേഴ്സിന്റെ സോപ്പ് ടവൽസും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ലിപ്പ് പ്ലെയേഴ്സ് ആർ ബാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമറസ് വേയിൽ പുവർ ബാത്റൂം ഹൈജീൻ പ്രാക്ടീസിനെ പറയുന്നതാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു പ്രയോഗമാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്, ലിപ്പ് പിയേഴ്സ് ആർ ബാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊരു ചെറിയൊരു പ്രയോഗമാണ്. ഇപ്പോ കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ കുട്ടികൾ വെള്ളത്തോട് കൂടി പുറത്തേക്ക് ഓടാം, തല തോർത്താതേക്ക് ഓടുന്നത്, ഇതൊക്കെയാണ് ആ ചെറിയൊരു പ്രയോഗ രീതിയിലാണ് അത് അവിടെ കൊടുത്തിരിക്കുന്നത്. ലിപ്പ് പിയേഴ്സ് ആർ ബാഡ്, തല കുളിച്ചിട്ട് തോർത്താതെ ഓടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിപ്പിക്കില്ലേ നമ്മുടെ മെത്തക്കൊക്കെ, അല്ല ചിലപ്പോ പാരന്റ്സിന്റെ നമ്മൾ കുളിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ മേത്തൊക്കെ വെള്ളം തെറിപ്പിക്കും അല്ലെ കുട്ടികള്. അങ്ങനെയൊന്നും കാണിക്കാതെ നല്ല രീതിയിൽ പെരുമാറാനായിട്ട് നമ്മൾ നോക്കണം, അവരോട് പറഞ്ഞു കൊടുക്കാം. പിന്നെ എന്താണ് കൊക്കോഗ്രഫി എന്ന് പറഞ്ഞാല് ഈ ബാത്റൂമിലൊക്കെ ചിലവര് എഴുതി വെക്കും ചില കാര്യങ്ങൾ. ഇപ്പോ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവരുടെ ബാത്റൂമിലൊക്കെ ഫോൺ നമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി കുറിച്ചൊക്കെ വെക്കാറില്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഡ്രോയിങ് പിക്ചേഴ്സ് ഓൺ ബാത്റൂം ഡോർസ്, ഇതാണ് പിക്ചേഴ്സ് വരച്ച് വെക്കുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാം. ആൻഡ് പുട്ടിങ് വേസ്റ്റ് ടു ബാഗ്, അല്ലെ നല്ല രീതിയിൽ വേസ്റ്റ് ബാസ്കറ്റിൽ ഇടാം, അവിടെ ഒന്നും ഇടരുത്, ക്ലീൻ ആക്കി സൂക്ഷിക്കണം ബാത്റൂം. പിന്നെ സോ കറക്റ്റ് ദി സ്റ്റുഡൻസ് ആൻഡ് ഗിവ് ദ റൈറ്റ് ഇൻസ്ട്രക്ഷൻസ് വൈ ദേ ഗോ ടു എ ബാത്റൂം ആൻഡ് ടോയ്ലറ്റ്. ഇനി നമ്മള് ടീച്ചേഴ്സ് ആകുമ്പോൾ നമ്മൾക്ക് കുറച്ച് കുട്ടികളെ, നമ്മുടെ കുഞ്ഞിക്കുട്ടികളാണല്ലേ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പൊ അവർക്ക് ബാത്റൂമിൽ എങ്ങനെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുമ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കണം. എങ്ങനെയൊക്കെയാണ് നോക്കിയേ. Give strict commands when you
സെൻഡ് ദ സ്റ്റുഡൻസ് ഫോർ ദ ഇന്റർവെൽസ്. ഇന്റർവെൽസിൽ നമ്മൾ കുട്ടികളെ ബാത്റൂമിലേക്ക് വിടാറുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ് വിടുന്നത്? നമ്മളോട് പറയാറുണ്ട് നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ, നമുക്ക് ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ ഓർക്കുമല്ലേ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ ലൈനായിട്ട് പോകണം, ഇങ്ങനെ എന്താണ് ചുണ്ടിൽ ഇങ്ങനെ വിരൽ വെച്ച് കൈ ബാക്കിലോട്ടൊക്കെ കെട്ടിയിട്ട് പോകണം ഇല്ലേ, പറഞ്ഞു തരാറില്ലേ? ഞാനിപ്പോ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ടീച്ചർമാർ അങ്ങനെ പറയാറുണ്ട്. ലൈനായിട്ട് പോവാ, വർത്താനം പറയാൻ പാടില്ല. മറ്റു ക്ലാസ്സുകളൊക്കെ നടക്കുന്നത് കൊണ്ട് ചിലപ്പോ നമ്മളെ വേഗം വിടുമല്ലോ, കുഞ്ഞു കുട്ടികളായതുകൊണ്ട് അല്ലെ. അപ്പൊ ടീച്ചർമാരുണ്ടാവും ചിലപ്പോ, കുറെ കുട്ടികളുള്ളത് കൊണ്ട് എല്ലാവരെയും നോക്കാൻ പറ്റില്ല അവർക്ക്. ലൈനായിട്ട് പോവാ, വർത്താനം പറയരുത്, മറ്റു ക്ലാസ്സുകളൊക്കെ ഉള്ളതാണ്, അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഗോ 1 by 1, ലൈനായിട്ട് പോവാം. അതുപോലെ തന്നെ സൈലന്റ്ലി അല്ലെ, സൈലന്റ് ആയിട്ട് പോണം. ഡു നോട്ട് സ്ക്രൈബ്. സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ എന്താ പറയാ, ഇങ്ങനെ അലസമായിട്ട് പോവരുത്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഡു നോട്ട് പുൾ ആൻഡ് പുഷ് അതേഴ്സ്. എന്താണ്, ചിലവര് നമ്മൾ കണ്ടിട്ടുണ്ട്, കുസൃതികളായ കുഞ്ഞുങ്ങൾ അല്ലെ, ചിലവരെ മുമ്പോട്ട് തള്ളും അല്ലെങ്കിൽ പുറകോട്ട് തള്ളും ഇല്ലേ, വലിക്കുക, പിടിക്കുക, തള്ളുക, ഉന്തുക, അതൊക്കെ ചെയ്യാറുണ്ടല്ലേ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പുവർ ഇന്നഫ് വാട്ടർ. അതുപോലെ തന്നെ വെള്ളം, ബാത്റൂമിലൊക്കെ വെള്ളം മറ്റുള്ളവരെ എടുത്ത് കുഴിക്കുക, എറിഞ്ഞ് കുഴിക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വാഷ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. കൈകളും അതുപോലെ തന്നെ കാലുകളും നന്നായിട്ട് കഴുകണം. ഡു നോട്ട് ഡ്രിങ്ക് ദ വാട്ടർ ഇൻ ദ ബാത്റൂം. ബാത്റൂമിലെ വെള്ളം കുടിക്കാനായിട്ട് പാടില്ല. പുട്ട് ദ ഡൈവേഴ്സ് റൈറ്റ് പ്ലേസ്. വേസ്റ്റുകൾ അല്ലെ, ഡൈവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ കറക്റ്റ് ആ ബാസ്കറ്റ് അവിടെ വെച്ചിട്ടുണ്ടാവും അല്ലെ, അതിനകത്ത് നിക്ഷേപിക്കാൻ വേണം. യൂസ് ദ ടോയ്ലറ്റ് പ്രോപ്പർലി. യൂസ് ചെയ്യണം ടോയ്ലറ്റുകള് കറക്റ്റ് ആയിട്ട്. പുട്ട് ദ സിപ്പ് കറക്റ്റ്ലി. സിപ്പ് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഇടാം. അതുപോലെ തന്നെ കെയർഫുൾ ആയിട്ട് ഇടണം അല്ലെ. ചിലവരുടെ എന്താണ് സിപ്പ് കെയർഫുൾ ആയിട്ട് ഇടാതെയൊക്കെ വളരെ ബുദ്ധിമുട്ടും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകേണ്ട സാഹചര്യമൊക്കെ വരാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇനി എന്താണ്, ദ above institutions definitely give the students in right way. അപ്പൊ നല്ല രീതിയിൽ നല്ല എന്താണ് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കുട്ടികള് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരത് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് ബാത്റൂം മാനേഴ്സ് കീപ്പ് ചെയ്യാൻ പറ്റും. ദിസ് ദ വേ ദേ ക്യാൻ ഗെറ്റ് ഗുഡ് ബാത്റൂം ബിഹേവിയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ബാത്റൂം ബിഹേവിയർ അവർക്ക് നല്ല രീതിയിലുള്ള ബാത്റൂം ബിഹേവിയർ അവർക്ക് സ്വായത്തമാക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയോ ബാത്റൂം മാനേഴ്സ്? ഇനി നെക്സ്റ്റ് നോക്കാം, ബെഡ്റൂം മാനേഴ്സ്. നിങ്ങൾ പറയാറുണ്ടല്ലേ ബെഡ്റൂം മാനേഴ്സ്? ഒന്ന് വായിച്ചു, സിമ്പിൾ ആണ്, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. കഴിഞ്ഞ എന്താണ് അമ്പിളിക്ക് മനസ്സിലായേ, പറയോ? പറയാം മാഡം. ബെഡ്റൂം മാനേഴ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ഉറങ്ങുന്നതും ഉണരുന്നതും നമ്മൾ മസ്റ്റ് ആയ ഒരു കാര്യമാണ്. നമ്മളെല്ലാ പേഴ്സണും അതൊരു സ്റ്റുഡൻസിന് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ ദിവസേന ഉറങ്ങുന്നതും രാവിലെ എണീക്കുക എന്ന് പറയുന്നതും അതൊരു മസ്റ്റ് ആയ ഒരു കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അത് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് അന്ന് ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. അത് പിറ്റേ ദിവസത്തേക്ക് എടുത്തു വെക്കാതെ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് തന്നെ പൂർത്തീകരിച്ച് ഉറങ്ങുന്നതാണ് സ്റ്റുഡൻസിനായാലും എല്ലാവർക്കും അതാണ് നല്ലത്. പിന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ പേരൻസിന്റെ അടുത്തും ഗ്രാൻഡ് പേരൻസ് ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിലും അവരുടെ അടുത്ത് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഉറങ്ങുന്നത് നല്ലൊരു ശീലമാണ്. പിന്നെ ഗോഡ്സിന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുന്നത് നമുക്ക് നല്ല മനസ്സിന് നല്ലൊരു ഇത് കിട്ടും, നല്ലൊരു സമാധാനം കിട്ടും. പിന്നെ ഗുഡ് ഫോർ യുവർ ഹെൽത്ത്, അത് നമുക്ക് നല്ലൊരു ആരോഗ്യം അങ്ങനെയൊക്കെ കിട്ടാൻ നല്ലൊരു മനസ്സിനൊരു ഇത് കിട്ടാം. പിന്നെ രാവിലെ എണീക്കുന്നതിന് മുന്നേ നേരത്തെ നമ്മൾ എണീച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഫാസ്റ്റ്ലി ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ കുറച്ച് നേരത്തെ എണീറ്റിട്ട് എല്ലാ കാര്യങ്ങളും നേരത്തെ തുടങ്ങി വെക്കുക. പേരൻസിന്റെ അടുത്ത്
ഗുഡ് മോർണിംഗ് പറയാ. പിന്നെ പേരൻസിന് നമുക്ക് പറ്റുന്ന ഹെൽപ്പൊക്കെ കുട്ടികൾക്ക് പറ്റുന്ന ഹെൽപ്പ് അവരുടേതായ രീതിയിൽ പേരൻസിനെ സഹായിക്കുക. അങ്ങനെ നമുക്കാണെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്ത് സ്കൂളിലേക്ക് പോകാൻ പറ്റും. അവരവരുടേതായിട്ട് കഴിയുന്ന പണികളൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യാൻ സഹായിക്കുക. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് സ്കൂളിൽ എത്തിച്ചേരാൻ പറ്റും. ഇതൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ ടീച്ചേഴ്സിന്റെ ഒരു കടമയായിട്ട് നമ്മളിത് എടുക്കുക. നെക്സ്റ്റ് ആര് പറയും? ഞാൻ പറയാം മാം. സമീത. നേരത്തെ കിടക്കുക, നേരത്തെ എണീക്കുക, അതാണ് എല്ലാവർക്കും നല്ലത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സ്റ്റുഡൻസ്. കുട്ടികൾക്കും അത് തന്നെയാണ് നല്ലത്. നേരത്തെ കിടന്നാൽ നേരത്തെ എഴുന്നേക്കാം എന്നുള്ളത്. അതുപോലെ തന്നെ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ അന്നന്നത്തെ ഡ്യൂട്ടി ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യുക. പോകുന്നതിന് മുമ്പായിട്ട് പേരൻസിനോട് ഗുഡ് നൈറ്റ് പറയുക. രാവിലെ എണീക്കുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുക. കിടക്കുന്നതിന് മുമ്പായിട്ട് ദൈവത്തെ പ്രാർത്ഥിച്ച് വെച്ച് കിടക്കുക. പിന്നെ early to boost is good for your health. അതായത് നേരത്തെ എഴുന്നേൽക്കുന്നതാണ് എല്ലാവർക്കും ഹെൽത്ത്, ആരോഗ്യത്തിന് നല്ലത്. നമുക്ക് എല്ലാവർക്കും നേരത്തെ എഴുന്നേൽക്കുന്നത്. സോ ഗെറ്റ് അപ്പ് early, ഫിനിഷ് എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഡ്യൂട്ടീസ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. പേരൻസിനെ ചെറിയതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. സ്കൂളിൽ അങ്ങനെ ചെയ്താൽ സ്കൂളിൽ കുട്ടികൾക്ക് കറക്റ്റ് ടൈമിൽ പോകാൻ പറ്റും. അത് ടീച്ചർ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക. പേരൻസിനെ ഒന്ന് സഹായിച്ചാൽ നിങ്ങൾക്ക് സ്കൂളിൽ നേരത്തെ വരാൻ പറ്റും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ഹെൽപ്പ് മക്കൾ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഗെറ്റ് അപ്പ് early, ഡു തിങ്സ് ബൈ യുവർ സെൽഫ്. പിന്നെ രാവിലെ എഴുന്നേറ്റാൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക കിടക്കുന്ന ബെഡ് വൃത്തിയായിട്ട് നീറ്റായിട്ടും വിരിച്ചിടാനും പിന്നെ വെക്കേണ്ട സാധനങ്ങളൊക്കെ കറക്റ്റ് പ്ലേസിൽ വെക്കാനും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പേരൻസിനെ ചെറുതായിട്ട് വർക്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സഹായിച്ചു കൊടുക്കുക. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നേരത്തെ ചെല്ലാൻ പറ്റുമെന്നുള്ള കാര്യം. അങ്ങനെ ചെയ്യാറുണ്ടോ? മക്കളൊക്കെ സഹായിക്കാറുണ്ടോ നിങ്ങള്? എന്റെ മോള് 10th പഠിക്കുന്നത്. അപ്പൊ അവൾക്ക് ഒട്ടും സമയമില്ല. അതുകൊണ്ട് അവള് ചെയ്യത്തില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ ചെയ്തു തരും. എന്റെ മക്കളെ എനിക്ക് സർപ്രൈസ് തരും. ബെഡ് വിരി വിരിച്ച് പില്ലോ ഒക്കെ സെറ്റ് ചെയ്ത് അവരുടെ ചെറിയ ഡോളൊക്കെ വെച്ച് റൂം ലോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കാണിക്കും. അപ്പൊ ഞാൻ നന്നായി സർപ്രൈസ്ഡ് ആവും. അപ്പൊ അവർക്കത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അത് കണ്ടിട്ട് മൂത്ത മോൻ കാണിക്കുന്ന കണ്ടിട്ട് ചെറിയ മോന് അവ ഇല്ലാത്ത സമയത്ത് അതേപോലെ വൃത്തിയാക്കി വെക്കും. മൂത്ത മോനൊക്കെ എത്ര വയസ്സായി? മൂത്ത ആൾക്ക് 9 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 5 വയസ്സ്. 5 വയസ്സ്. എന്റെ മക്കള് ചെയ്യാറേ ഇല്ല. സത്യം പറയുകയാണെങ്കിൽ ഞാൻ എത്ര ചീത്ത പറഞ്ഞില്ല. രാവിലെ മുതൽ എന്റെ തൊണ്ട ചിലപ്പോ ചീത്ത പറഞ്ഞിട്ട് എന്റെ തൊണ്ട കേട് വരുന്നല്ലാതെ അവര് ബാത്റൂമിൽ പോയി കഴിഞ്ഞാ ടവൽ എടുത്തിട്ടില്ല പറഞ്ഞിട്ട് നമ്മള് പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടൊന്നല്ല, അവരത് നമ്മളുണ്ടല്ലോ എന്നുള്ള ഒരു ഇതാണ് അവർക്ക്. അതെ അതെ, അത് ശരിയാ അമ്പിളി. എന്റെ മൂത്ത മോന് കുളിക്കാൻ പോകുമ്പോ ടവൽ എടുക്കില്ല, ഇപ്പോഴും എടുക്കില്ല. പറഞ്ഞു കഴിഞ്ഞാ അവിടെ ചെന്നിട്ട് ടവലെന്ന് വിളിച്ചു പറയൂ. ഇനി ആർക്ക് പറയാൻ പറ്റും ബാത്റൂം മാനേഴ്സ്? ആർക്ക് പറയാൻ പറ്റും? സിമ്പിൾ അല്ലേ? മിസ് പറഞ്ഞറിഞ്ഞോ ബാത്റൂം മാനേഴ്സ് എന്താണെന്ന്? ഫാത്തിമ ഒന്ന് പറയോ? ബെഡ്റൂം തെറ്റിപ്പോയതാണ് കേട്ടോ. ബെഡ്റൂം മാനേഴ്സ് ഞാൻ പറയും. നേരത്തെ കിടക്കുക, നേരത്തെ എണീക്കുക, ബെഡൊക്കെ നീറ്റായിട്ട് വിരിച്ച് കിടക്കുക, കിടക്കാൻ പോകുന്നതിന് മുമ്പ്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വീട്ടിലുള്ള പേരൻസിന് ഗുഡ് നൈറ്റ് പറയുക, എണീക്കുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുക, പിന്നെ എന്താ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക, രാവിലെ എണീച്ച് ക്ലിയർ ആയിട്ട് എല്ലാം നീറ്റായിട്ട് ചെയ്യുക, പിന്നെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ പോകാനൊക്കെ
ടൈം കിട്ടും, നേരത്തെ പോകാനായിട്ട് ടൈം കിട്ടും. പിന്നെ ഇത്രയുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മിസ്സും കൂടി പറയാം. എല്ലാവരും പറഞ്ഞത് ക്ലിയർ ആയിരുന്നു അല്ലെ? ഇത് ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? മിസ് ജസ്റ്റ് ഒന്ന് ക്രോഡീകരിച്ച് പറയാം. ബെഡ്റൂം മാനേഴ്സ്, നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക അല്ലെ? നേരത്തെ എഴുന്നേൽക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ? ഏർലി മോർണിംഗിൽ തന്നെ എല്ലാവരും എഴുന്നേൽക്കുക. ഇനി എന്താണ് ഒരു ഇമ്പോർട്ടന്റ് അല്ലെ? ഇത് നേരത്തെ എഴുന്നേൽക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യത്തിന് നല്ലതാണ്, ഇമ്പോർട്ടന്റ് ആണ് കുഞ്ഞുങ്ങൾക്ക് അല്ലെ നേരത്തെ എഴുന്നേൽക്കുന്നത് എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുന്നത് എപ്പോഴാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ? എത്ര മണിക്കാണ്? ഏത് ടൈം ആവും കിടന്നുറങ്ങുമ്പോ? എന്റെ മോള് ഉറങ്ങുമ്പോഴത്തേക്കും 11 മണിയാവും. 11 മണി. ഓക്കെ, എത്രയിലാ പഠിക്കുന്നേ? 3-ല്. 3-ല്. ഓക്കെ, എന്നിട്ട് രാവിലെ എഴുന്നേൽക്കാറുണ്ടോ അവള്? രാവിലെ കൊറേ കിടന്ന് വിളിക്കണം, വിളിച്ച് 7:30 ആകുമ്പോ എണീക്കുള്ളൂ. എത്ര മണി എപ്പോഴാ പോകേണ്ടത് സ്കൂളില്? 8:30-ക്ക് സ്കൂൾ ബസ് വരും. കുഴപ്പമില്ല, 7:30 മതി അല്ലേ? എന്റെ മോൾക്കൊക്കെ 7:30-ക്ക് പോകണം. 7 മണിയാകുമ്പോ വിളിച്ച് കൂവി ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നാലേ പിന്നെ എഴുന്നേൽക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയി കഴിയുമ്പോഴത്തേന് പിന്നെയും കിടക്കും. അതാണ് ബുദ്ധിമുട്ട്. അപ്പോ നേരത്തെ കിടക്കാനായിട്ട് നോക്കാം. ജസ്റ്റ് ഒരു 9 മണിക്കൊക്കെ കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ക്ഷീണം ഉണ്ടാവില്ല. അല്ലെങ്കിൽ 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ രാവിലെ എഴുന്നേൽക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. കുറേ പഠിക്കാനുണ്ട്. 1-ലായിട്ടുള്ളൂ, പക്ഷെ എന്നാലും കുറേ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ടയേർഡാവും വരുമ്പോ. വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ നിങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങളെ നേരത്തെ കിടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 8:30-ക്കൊക്കെ, ഒരു 8 മണിക്ക് ഫുഡ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 9 മണി ആ ടൈമിൽ അവരെ ഉറക്കാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ രാവിലെ ക്ഷീണവും കൂടാതെ എണീറ്റോളും. നേരത്തെ കിടത്തി ഉറക്കാൻ നോക്കാം കേട്ടോ. ഇനി എന്താണ് പറയുന്നത്? ബിഫോർ ഗോയിങ് ടു ബെഡിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? നമ്മുടെ എല്ലാ ഡ്യൂട്ടീസും അല്ലെ, ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ഗുഡ് നൈറ്റ് പറയാം. രാവിലെ എണീക്കുമ്പോ ഗുഡ് മോർണിംഗ് പറയാം പേരൻസിനോട്. അതുപോലെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ആ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ എപ്പോഴും സ്കൂളിലേക്ക് വിടേണ്ടത്. ഇനി എന്താണ്? To boost is good for your health. ഇനി നമ്മൾ നേരത്തെ എണീക്കുമ്പോൾ എന്താണ്? നമുക്കായാലും എന്താണ് നേരത്തെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു ഉണർവ് കിട്ടും അല്ലെ? ഒരു സുഖമായിരിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നല്ലൊരു എനർജി കിട്ടാറുണ്ട്. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കും നേരത്തെ എണീക്കുന്നത് അവരുടെ ശരീരത്തിന് നല്ലൊരു എനർജി ആണെന്നാണ് പറയുന്നത്. ഇനി എന്താണ്? സോ ഗെറ്റ് അപ്പ് ഏർലി, ഫിനിഷ് മോർണിംഗ് ഡ്യൂട്ടീസ്. നമുക്ക് എന്താണ്? നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. അതുപോലെ തന്നെ പാരന്റ്സിനെ നല്ല രീതിയിൽ സഹായിക്കാം. അപ്പൊ എന്താണ്? കറക്റ്റ് ടൈമിന് നമുക്ക് നേരത്തെ ക്ലാസ്സിലേക്ക് എത്താൻ പറ്റും. ഇനി ടീച്ചർ പറഞ്ഞു കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? ഗെറ്റ് അപ്പ് ഏർലി ടു ഡു തിങ് ബൈ യുവർ സെൽഫ്. റോൾ ദ ബർഡ് neatly and carry it in right place. നേരത്തെ എണീക്കുക. അതുപോലെ തന്നെ എന്താണ്? അലങ്കോലമാക്കി ബെഡൊക്കെ എങ്ങനെയാണ്? ചിലവരൊക്കെ നല്ല ക്ലീൻ ആക്കി പുതപ്പൊക്കെ മടക്കി വെച്ചിട്ടാണ് പോവാറ് അല്ലെ? നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ മക്കള് പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെ, കുഞ്ഞുമക്കളായതുകൊണ്ട് തന്നെ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അല്ലെ? എണീക്കുന്നത് തന്നെ ബുദ്ധിമുട്ടായിട്ടാണ് അല്ലെ സ്കൂളിൽ പോവാനായിട്ട്. പിന്നെയാണ് ബെഡില് ഇതൊക്കെ മടക്കണത് അല്ലെ? ഓക്കെ, നമ്മൾ തന്നെ പാരന്റ്സ് ഒക്കെ മടക്കി വെക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എന്താണ്? നല്ല രീതിയിൽ മടക്കി വെക്കുക. വലുതാകുന്നതോറും അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നീറ്റാക്കി ക്ലീൻ ആക്കി മടക്കിയിട്ടൊക്കെ വരണം എന്നുള്ളത്. അതുപോലെ തന്നെ പാരന്റ്സിനെ വർക്ക് സഹായിക്കാം. എന്താണ്? സ്കൂളുകളിൽ നേരത്തെ എത്താനായിട്ട് പറ്റും. ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിൽ പറയുന്നത്. ബെഡ്റൂം മാനേഴ്സ്. അതുപോലെ ജനറൽ മാനേഴ്സ് ഒന്ന് വായിച്ചു നോക്കിയും ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞോ സബീന? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഒന്ന് പറഞ്ഞു നോക്കിയേ.
കുട്ടികൾ ജനറൽ മാനേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ടീച്ചേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് ഒരു നല്ല കുട്ടിയാണെങ്കിൽ അത് സമൂഹത്തോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ എങ്ങനെ പെരുമാറണമെന്നുള്ള നന്നായിട്ട് പെരുമാറിയാൽ ആ മനുഷ്യൻ നല്ല എക്സലന്റ് ആണെന്ന് പറയും. ജനറലി ടീച്ചേഴ്സ് കുട്ടികൾക്ക് ആവശ്യമുള്ള കമാൻഡ്സ് കൊടുക്കുക, എന്തൊക്കെ പാലിക്കണം, ഗുഡ് മാനേഴ്സ് പാലിക്കണം എന്നൊക്കെ. അപ്പൊ കുട്ടികൾ ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ടീച്ചേഴ്സ് വാച്ച് ചെയ്തിട്ട് അതിലെന്തെങ്കിലും ഫോൾട്ട് ചെയ്യുകയാണെങ്കിൽ ടീച്ചർ അത് ഒന്നുകൂടി ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുക. പിന്നെ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് എല്ലാവരോടും എങ്ങനെയൊക്കെ പെരുമാറണമെന്നും സമൂഹത്തിൽ കുറെ കാര്യങ്ങൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളും റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അത് പാലിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരെ ആവശ്യമുള്ളപ്പോൾ സഹായിക്കുക, മറ്റുള്ളവരുടെ ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കുക, പിന്നെ എന്ന് പറഞ്ഞാൽ മോശമായിട്ട് സംസാരിക്കാതിരിക്കുക, പിന്നെ മുതിർന്നവരെ ബഹുമാനിക്കുക, മുതിർന്നവരെ കളിയാക്കാതിരിക്കുക, പിന്നെ മടി മാറ്റുക, പിന്നെ അടിക്കുകയും പരിഹസിക്കുകയും വഴക്ക് പിടിക്കുകയും കള്ളത്തരം പറയുകയും ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുകയും ചെയ്യുക. അതെല്ലാം ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനും നമ്മൾക്ക് ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യേണ്ടതായിട്ടും മുതിർന്നവരെ ബഹുമാനിക്കാനും, പിന്നെ ഈ ചീത്ത വാക്കുകൾ മറ്റുള്ളവർ പറയുന്നത് അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ പൊളൈറ്റ് ആയിട്ടുള്ള വേർഡ്സ്, ഒരു കാര്യം ചെയ്യുമ്പോൾ താങ്ക് യു, എന്തെങ്കിലും ഒരു കാര്യത്തിന് മുമ്പ് ഒരു എക്സ്ക്യൂസ് മീ പ്ലീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധത്തിൽ ചെയ്താൽ സോറി, അങ്ങനെയൊക്കെ ഉള്ള അഡ്ജസ്റ്റിംഗ് വേർഡ്സ് നമ്മൾ കുട്ടികളെ ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ് പ്രേരിപ്പിക്കുക. അങ്ങനെ നല്ല ഗുഡ് മാനേഴ്സ് കുട്ടികൾ ചെയ്യുന്നതിന് ടീച്ചേഴ്സിന് പ്രധാനമായിട്ട് വലിയ ഒരു ബാധ്യതയും കടമയും ഉണ്ട്. വെരി ഗുഡ്, നന്നായിട്ട് പറയാം. ഇനി ആരാ? അമ്പിളി അയച്ചോ? വായിച്ചു. ജനറൽ മാനേഴ്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ കുട്ടികളുടെയും മാനേഴ്സിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് തിരുത്തി കൊടുക്കാൻ ഓരോ ടീച്ചേഴ്സും ശ്രദ്ധിക്കണം. അപ്പൊ അവര് മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുത്തിട്ട് നല്ലൊരു മാനേഴ്സ് അവരെ പഠിപ്പിച്ചെടുക്കാൻ നമ്മൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. പിന്നെ അത് വാച്ച് ചെയ്ത് അതിനെന്തെങ്കിലും അവര് പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടും അവരത് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പണിഷ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് അത് തിരുത്താൻ ശ്രദ്ധിക്കുക. പിന്നെ മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ, നമ്മൾ ഒരു സമൂഹ ജീവിയാണ്. അതിൽ എങ്ങനെയൊക്കെ പെരുമാറണം എന്നും എങ്ങനെയൊക്കെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്നൊക്കെ സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെ പെരുമാറണം എന്നൊക്കെ ഉള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാവണം. അത് മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കുക, അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിൽ അവോയ്ഡ് ടാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാതിരിക്കുക, പിന്നെ മറ്റവരിങ്ങനെ ആർഗ്യുമെന്റ്സ് ചെയ്യാതിരിക്കുക, പിന്നെ അസൂയ, കുശുമ്പ്, അങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ പക്ഷാഭേദം കാണിക്കുക, പിന്നെ മറ്റുള്ളവരോട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് മോശമായിട്ട് പറയുന്നത്. നല്ല കാര്യങ്ങളും ഉണ്ട്, മോശം കാര്യങ്ങളും ഉണ്ട്. അതിൽ നല്ല കാര്യങ്ങൾ എന്താണെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ് മേനേഴ്സ് എന്ന് പറഞ്ഞാൽ. മേനേഴ്സ് ഇല്ല എന്ന് പറയുന്നത് നമ്മൾ മോശം കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് മേനേഴ്സ് ഇല്ല എന്ന് പറയുന്നത്. അതിൽ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വേർതിരിച്ച് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം, അത് അവരെ മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ അഡ്ജസ്റ്റിംഗ് വേർഡ്സ് ആയി പ്ലീസ്, താങ്ക് യു, സോറി, എക്സ്ക്യൂസ് മീ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏതൊക്കെ അതിലാണ് സാഹചര്യങ്ങളിലാണ് നമ്മൾ അങ്ങനെ പറയേണ്ടത് എന്ന് വ്യക്തമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് മനസ്സിലായത്. ഹലോ മാം.
ഇതിൽ നിന്ന് മനസ്സിലായ രീതിയിൽ പറഞ്ഞാൽ മതിയോ? മതി മതി. ഓക്കെ. ഇപ്പൊ അമ്പിളിയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു മാനേഴ്സ് ചിട്ട, ഏറ്റവും കൂടുതൽ അമ്മയെ പോലെ തന്നെ ടീച്ചറുമാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് മോണ്ടിസോറിയിൽ കുഞ്ഞു പിള്ളേരായിരിക്കും. അവരുടെ തന്നെ ബേസ്മെന്റ് നമ്മൾ കറക്റ്റ് ആക്കാം. അതായത് ഒരു സാധനം ഒരാളോട് ചോദിക്കുന്നതില്, അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നതിൽ, ഇപ്പോ ചില കുഞ്ഞു പിള്ളേരാണെങ്കിൽ ഒരുപാട് പരാതികൾ പറയും, അവൻ എന്നെ തല്ലി അങ്ങനെയൊക്കെ. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്ത് അങ്ങനെയുള്ള പെരുമാറ്റച്ചട്ടം നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കുക. ഒരു കാര്യത്തെ പറയുമ്പോൾ അത് സ്പെസിഫൈ ചെയ്ത്, ചില കുട്ടികൾ ഒരു കാര്യം ഒരുപാട് നേരം പറയും, കരഞ്ഞ് അത് ക്ലിയർ ആവാത്ത രീതിയിലൊക്കെ. അപ്പോൾ അതിനെ ഷോർട്ടാക്കി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ ചില ആളുകൾക്ക് ചില കുട്ടികളിൽ കൂട്ടമായി കളിക്കാനോ അങ്ങനെയൊക്കെ ഒരുപാട് നേരം നിന്ന് ആ ഒരു ഗ്യാങ്ങിൽ നിന്ന് പോകാൻ കഴിയാത്ത പേരുണ്ടാവും. എൻ്റെ മൂത്ത മോൻ അങ്ങനെയാ. അവന് കളിക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിലും ഒരുപാട് നേരം നിന്ന് അവരോട് അവരുടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കളിക്കാനുള്ള ഒരു ഇത് കുറവുണ്ട് അവന്. അതിൽ നിന്നാണ് ഞാനത് മനസ്സിലാക്കിയെടുത്തത് കേട്ടോ മാഡം. അങ്ങനെയുള്ള ഞാനപ്പോ കളിക്കണില്ല എന്ന് പറഞ്ഞിട്ട് അവനത് പറ്റിയില്ല. അപ്പൊ അവൻ പറയും, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി എന്ന് പറയും. എല്ലാവർക്കും അവൻ അങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ആർഗ്യുമെന്റ് കൊണ്ട് അവൻ കളിക്കാതെ തിരിച്ചു വീട്ടിൽ വന്നിരിക്കും. കാരണം ചെറുപ്പത്തിൽ ഞാൻ അവനെ അധികം പുറത്ത് കളിക്കാൻ വിട്ടിട്ടില്ല. അതിന്റെയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. കാരണം ബാക്കിയുള്ള എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ്, അതായത് കളികളിലൊക്കെ നമ്മൾ സ്കൂളുകളിൽ അതാണെന്ന് പറയുന്നത്, അഡ്ജസ്റ്റ്മെന്റുകള്. അതായത് നമുക്ക് ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഔട്ട് ആവുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഔട്ട് ആയത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടല്ലോ. അതൊക്കെ നമ്മൾ ടീച്ചേഴ്സ് ചെറുപ്പത്തിലെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പിള്ളേർക്ക് സഹാനുഭൂതി, എമ്പതി, അതുപോലെ സ്നേഹം, അങ്ങനെയുള്ള എല്ലാ നൈപുണികളും, 10 നൈപുണികൾ അല്ലാതെ എല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഗെയിമുകളിലൂടെയും മറ്റൊക്കെ ആയിട്ട് അവരിലേക്ക് എത്തിക്കണം. നന്നായിരുന്നു അല്ലെ ഇവരും പറഞ്ഞത്? ന്യൂസ് പറഞ്ഞതിന്റെ ആവശ്യമുണ്ടോ? ഗുഡ് മാനേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ക്ലിയർ അല്ലേ? ഗുഡ് മാനേഴ്സ് ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, വായിച്ച് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് മെൻ ആൻഡ് എൻവയോൺമെന്റ് ആണ്. ഓക്കെ, അത് മിസ് നിങ്ങൾക്ക് സെമിനാർ തരുന്ന പോർഷൻ ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ തൊട്ട് ഇന്ന് തൊട്ട് പ്രിപ്പയർ ആവാം. ചിലപ്പോ ആരെങ്കിലൊക്കെ ലീവ് ആണെങ്കിൽ, ചിലപ്പോ മിസ് കീറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നില്ല, മിസ്സിന്റെ ക്ലാസ് അടുത്ത ആഴ്ച ആയിരുന്നല്ലോ, ഒന്നും പറയാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇന്ന് തൊട്ട് പ്രിപ്പയർ ആവാം. നമുക്കൊരു 6 ഗ്രൂപ്പ് വേണം. 6 ഗ്രൂപ്പ്. അപ്പൊ ജസ്റ്റ് ഒരു 19 പേരുണ്ട് അല്ലെ, 18 പേരെ നമുക്ക് കൂട്ടാം. ഓൺലൈനിൽ കയറുന്നവരാരാ? നമ്മുടെ ക്ലാസ്സിൽ കയറുന്ന എത്ര പേരുണ്ടാവും? നിത്യ 16 പേർക്ക് ഉണ്ടാവാറുള്ളൂ മിസ്സേ. 16, 17. 16, 17. ഓക്കെ, അപ്പൊ ചില ഗ്രൂപ്പിൽ ചിലപ്പോ 2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് കുഴപ്പമില്ല. ഒരു 6 പേരെ നമുക്ക് എടുക്കാം. 6 ഗ്രൂപ്പ് എടുക്കാം. ഓക്കെ ആണോ നിങ്ങള്? ഓക്കെ, 6 ഗ്രൂപ്പ്. ഓക്കെ, അപ്പോ ഗ്രൂപ്പ് നിങ്ങൾ തന്നെ ഒന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. മിസ്സിന് അറിയില്ല. നിത്യം ഒന്ന് ഗ്രൂപ്പ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. 6 ഗ്രൂപ്പ് വേണം. ഓക്കെ, ഒരു ഗ്രൂപ്പിൽ ചിലപ്പോ ഒരു 3 പേരെ വെച്ചെടുത്താലും മതി. 16 പേരാകുമ്പോ 2 പേര്, മാക്സിമം 2 പേരൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ. 18 പേര് ഉണ്ടായിരുന്നു വെച്ചു. അപ്പൊ 6 ഗ്രൂപ്പ് ആകുമ്പോ 2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. കുഴപ്പമില്ല, നോക്കാം. അല്ലെങ്കിൽ ഗ്രൂപ്പ് കുറച്ചിട്ട് ഓക്കെ. ആളുകൾ ഇനി എന്നും ഒരേപോലെ ഇല്ലല്ലോ വരുന്നത്. അപ്പോ 15-16 ഉണ്ടാവില്ലേ? അതുണ്ടാവാറുണ്ട്.
ചിലപ്പോ 18, ചിലപ്പോ ഇതിലും കുറവാവും. അല്ലെങ്കിൽ പിന്നെ ചോദിക്കും. ജസ്റ്റ് 4 ഗ്രൂപ്പ് മതി. അത് 4 ഗ്രൂപ്പ് മതി. 4 ആളുകൾ 16 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, 4 ഗ്രൂപ്പ് 4 ആള്. ഓരോ ഗ്രൂപ്പിൽ 4 പേര് വെച്ചിട്ട്. ക്ലിയർ ആയോ? മതിയോ? ഓക്കെ, അപ്പോ മിസ് ടോപ്പിക് തരാം. മെൻ ആൻഡ് എൻവയോൺമെന്റ്. ഫസ്റ്റ് പോർഷൻ തൊട്ട്, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തൊട്ട് എയർ പൊല്യൂഷൻ കംപ്ലീറ്റ് ആകുന്നത് വരെ കേട്ടോ. കോൺസിക്വൻസസ് ഓഫ് എയർ പൊല്യൂഷൻ വരെ ഫസ്റ്റ് ഗ്രൂപ്പിന്. ഫസ്റ്റ് ഗ്രൂപ്പ് ഓക്കെ. കേട്ടോ. ലാൻഡ് ആൻഡ് സൗണ്ട് പൊല്യൂഷൻ വരെ സെക്കൻഡ് ഗ്രൂപ്പ്. ചില ഗ്രൂപ്പിന് പോർഷൻ കൂടും, അതാണ് പ്രശ്നം. ഇനി തേർഡ് ഗ്രൂപ്പിന് റേഡിയേഷൻ പൊല്യൂഷൻ. ഫോർത്ത് ഗ്രൂപ്പിന് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ക്ലിയർ ആണോ? ടോപ്പിക് നിത്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് 4 ഗ്രൂപ്പ് വേണം, 4 ആളുകൾ. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ അത് കണ്ടില്ല. 10th ലെസൺ അല്ലേ? പേജ് നമ്പർ 185 അല്ലേ പേജ്? പേജ് നമ്പർ മിസ്സിന്റെ ഇല്ല, അതുകൊണ്ടാണ്. മെൻ ആൻഡ് എൻവയോൺമെന്റ് കണ്ടോ, യൂണിറ്റ് 10. 185 പേജ് നമ്പർ 185 തന്നെയാ. ലാസ്റ്റ് ചാപ്റ്റർ, അതായത് ചാപ്റ്ററിന്റെ പേര് താഴെ കിടപ്പുണ്ട് കണ്ടോ, മാൻ ആൻഡ് എൻവയോൺമെന്റ്. പിന്നെ ചാപ്റ്റർ തുടങ്ങുന്നത് കിട്ടി. അത് സാധാരണ നമ്മുടെ പുതിയ ചാപ്റ്റർ തുടങ്ങുമ്പോ ഫ്രഷ് പേജിൽ, അപ്പൊ ഇതിലെ ചാപ്റ്ററിന്റെ പേര് എഴുതിയേക്കണേ അതിന് മുമ്പത്തെ ചാപ്റ്റർ തീരണേന്റെ ലാസ്റ്റ്, അതുകൊണ്ട് കാണാത്തത്. പ്രിന്റിംഗ് പ്രോബ്ലം ആണോ? ഓക്കെ, ജസ്റ്റ് ടോപ്പിക് തരാം കേട്ടോ. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ടോപ്പിക് ഒന്ന് ജസ്റ്റ് എഴുതിയെടുക്കാം. ഇൻട്രൊഡക്ഷൻ, മെൻ ആൻഡ് എൻവയോൺമെന്റ് തുടങ്ങുന്ന ആ സെക്ഷൻ തൊട്ട് മിസ് ടോപ്പിക് കുറച്ച് തരാം കേട്ടോ. അത് തൊട്ട് അത് തീരുന്നത് വരെ, എൻവയോൺമെന്റ് പൊല്യൂഷൻ തീരുന്നത് വരെ കേട്ടോ. സോറി, എൻവയോൺമെന്റ് പൊല്യൂഷന്റെ മുകളിൽ ആ ഒരു ജസ്റ്റ് വരെയില്ലേ, എൻവയോൺമെന്റ് പൊല്യൂഷൻ വേണ്ട, അതിന്റെ മുകളിലുള്ള പോർഷൻ വരെ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. അത് വരെ കേട്ടോ. ബി പോയിന്റ് വരെ ഫസ്റ്റ് ഗ്രൂപ്പിന് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ടോപ്പിക് കൂടുതലാവും. ഇനി എൻവയോൺമെന്റ് പൊല്യൂഷൻ, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയണം. എയർ പൊല്യൂഷനും ലാൻഡ് പൊല്യൂഷനും സെക്കൻഡ് ഗ്രൂപ്പിന്. എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ. എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്നുള്ളത് ആ ഒരു ഇൻട്രൊഡക്ഷനും പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇനി തേർഡ് ഗ്രൂപ്പിന് സൗണ്ട് പൊല്യൂഷൻ ആൻഡ് റേഡിയേഷൻ പൊല്യൂഷൻ. സൗണ്ട് പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ. ഫോർത്ത് ഗ്രൂപ്പിന് ഈ ഇന്ന് കിടക്കുന്ന പോയിന്റ് ഇല്ലേ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അത് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? 4 ടോപ്പിക്കും കിട്ടിയോ 4 ഗ്രൂപ്പിന്റെ? അതിന്റെ ബാലൻസ് ഇച്ചിരി കിടപ്പുണ്ടല്ലോ, മേജർ ഗ്ലോബൽ എൻവയോൺമെന്റ് ത്രെറ്റ്സ്. അത് കഴിയുന്നത് വരെ കേട്ടോ, കഴിയുന്നത് വരെ 2 പോയിന്റ് കേട്ടോ. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സ്, അത് 2 കേട്ടോ. 4ാമത്തെ ഗ്രൂപ്പിൽ. മിസ്, ഈ ലാൻഡ് പൊല്യൂഷന്റെ ലാസ്റ്റ് ഒന്നും ഇവിടെ പ്രിന്റ് ചെയ്തൊന്നും വ്യക്തമല്ല, ഒന്ന് പറയുമോ? ഈ കോസ്റ്റ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ കഴിഞ്ഞിട്ടുള്ള കോൺസിക്വൻസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ കോൺസിക്വൻസസ്. ഡിക്രീസ് ഇൻ ഫാംലാൻഡ്സ് ഇല്ല, അത് കഴിഞ്ഞുള്ളത്. ഡിക്രീസ് ഇൻ ഫാംലാൻഡ്സ് അത് കഴിഞ്ഞു. അടുത്ത പോയിന്റ്, ഷിഫ്റ്റിംഗ് ഓഫ്
കൾട്ടിവേഷൻ. കൾട്ടിവേഷൻ. ഒന്നുകൂടി പറഞ്ഞ മിസ്സേ, കോള് വന്നിട്ട് കേട്ടില്ല. ഷിഫ്റ്റിംഗ് ഓഫ് കൾട്ടിവേഷൻ. Shifting of cultivation. Next, decrease in fertility. Decrease. Okay. അപ്പോൾ 4 ഗ്രൂപ്പിന്റെ ടോപ്പിക് കിട്ടിയാലോ ഓരോ ഗ്രൂപ്പിൽ 4 ആള് വീതം ഉണ്ടാവണം. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആണോ? നെക്സ്റ്റ് തുടങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്യൂട്ടോ. നെക്സ്റ്റ് ഡേ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് ഡേ എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത ആഴ്ച ആയിരിക്കും മിസ് കയറുന്നത്, ചിലപ്പോൾ ഈ ആഴ്ച കയറേണ്ടി വന്നാലത്തെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഇനി പറയാൻ പോണത് ശ്രദ്ധിച്ച് കേൾക്കാം. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ സെമിനാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരാള് വെൽക്കം പറയാം. മിസ്സിനെയും അതുപോലെ തന്നെ മറ്റു ഗ്രൂപ്പിലെ സ്റ്റുഡൻസിനെയും വെൽക്കം ചെയ്യണം. ഓക്കെ, എന്നിട്ട് വേണം സെമിനാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി സെമിനാർ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാതെ നെറ്റിന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ്സ് ഒക്കെ കേൾക്കാം. അതുപോലെ ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, മലയാളത്തിലും കൂടെ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോ ചില ആളുകൾക്ക് ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും, ചിലപ്പോൾ മനസ്സിലാവില്ല അല്ലെ. നമ്മളെല്ലാം വീട്ടമ്മമാരാണ് അല്ലെ. അപ്പൊ മലയാളത്തിലും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇനി സെമിനാർ ഭാഗങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഇവര് ശ്രദ്ധിച്ചിരുന്നോ നോക്കണ്ടേ നമുക്ക്? എന്ത് വേണം അതിന്? എന്താ ചെയ്യണ്ടേ? ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. ഒരാള് ചോദ്യം ചോദിക്കണം. ഗ്രൂപ്പിലുള്ള 4 പേരുണ്ടല്ലോ, വേണമെങ്കിൽ ഒരാൾക്ക് സെമിനാർ പ്രസന്റ് ചെയ്യാം, ഒരാൾക്ക് സ്വാഗതം പറയാം, ഒരാൾക്ക് എന്ത് പറയാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി 4ാമത്തെ ആൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ ചോദിച്ചൊക്കെ കഴിഞ്ഞിട്ട് 4ാമത്തെ ആള് പ്രസന്റ് ചെയ്ത എല്ലാ ഭാഗങ്ങളും ഒന്ന് ക്രോഡീകരിച്ചൊരു കൺക്ലൂഷൻ പറയണം. ക്ലിയർ ആയോ? ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാ ചെയ്യിപ്പിക്കുന്നതെന്ന് അറിയോ? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാ? ഓക്കെ, ഞങ്ങൾക്ക് പണി തന്നു എന്ന് പറയുമോ ലാസ്റ്റ്? പണിയൊന്നുമല്ല, നമ്മളെല്ലാവരും നല്ല രീതിയിൽ പെരുമാറാ, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു ടീച്ചിങ് മേഖലയിലൂടെ കിടക്കുന്നവരാണ് അല്ലെ. നല്ല രീതിയിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് നിങ്ങൾ തന്നെ എടുക്കുക. ഏതൊക്കെ ഗ്രൂപ്പിൽ ഏതൊക്കെ ആൾക്കാർ വേണം എന്നുള്ളത് ഒന്ന് നോക്കി ചെയ്യാം കേട്ടോ. നിത്യ ചെയ്തു കൊടുക്കണം. 4 ഗ്രൂപ്പാണ്, 4 പേര്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി ചെയ്യണം. അപ്പൊ ഇന്ന് തുടങ്ങി നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. മിസ്സേ, ഒരു ഡേ ഒരു ഗ്രൂപ്പിന്റെ മാത്രമായിരിക്കുമോ? ചിലപ്പോ അവരുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഗ്രൂപ്പും കൂടി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതുകൊണ്ട് ഓരോ ദിവസം ഓരോ ആൾക്കാര് 2 ഗ്രൂപ്പ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ചിലപ്പോ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ 12 മണി 1 മണി വരെ ആകുമ്പോഴത്തേനും ചിലപ്പോ ഒരു ഗ്രൂപ്പിന്റെ കഴിഞ്ഞേക്കാം. അപ്പൊ നമുക്ക് ടൈം ഉണ്ടല്ലോ, 2ാമത്തെ ഗ്രൂപ്പും കൂടി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടായിരുന്നു അമ്പിളി. ഓക്കെ, സൈൻ ഔട്ട് പറഞ്ഞോളൂ. ഞാൻ പറയാറുണ്ട്, ചിലപ്പോൾ ഞാൻ മറന്നു പോകും, നിങ്ങൾ ഓർമ്മിപ്പിക്കണേ. താങ്ക് യു മാഡം. ഗുഡ് മാനേഴ്സിനെ കുറിച്ചിട്ടാണ് ക്ലാസ് എടുത്തത്. ബാത്റൂം മാനേഴ്സ്, ബെഡ്റൂം മാനേഴ്സ്, ജനറൽ മാനേഴ്സ് എല്ലാം വിശദീകരിച്ച് പറഞ്ഞു തന്നു. എല്ലാവരെയും കൊണ്ടും പറയിപ്പിച്ചു. നെക്സ്റ്റ് ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ പരമാവധി നന്നായി ചെയ്യാൻ ശ്രമിക്കാം. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ മാഡം ക്ഷമിക്കണം, തിരുത്തി തരണം. താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.